ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സമൂസയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ എരിവിലാണല്ലോ സമൂസ ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ ഇന്നൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്കിതാ നല്ല മധുരമുള്ളൊരു സമൂസ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ വല്ലപ്പോഴും ഇതുപോലെ നമുക്ക് മധുരത്തിലൊന്ന് ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി നല്ലതായിരിക്കും. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കാം. പാത്രത്തിലിട്ടിട്ട് ഞാനിപ്പോൾ 1 മണിക്കൂറൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഈ ഒരു പരിപ്പ് നമുക്ക് വേവിച്ചെടുക്കാം. കുക്കറിലാണിപ്പം വേവിച്ചെടുക്കാൻ പോകുന്നത്. 2 വിസിൽ കൊണ്ട് എനിക്ക് ഈ പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടലപ്പരിപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഇതാ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നെയ്യോ വെളിച്ചെണ്ണയോ എടുക്കാം. 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഈ ഒരു നെയ്യിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി തേങ്ങയുടെ കൂടെ തന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഈ ചെറിയൊരു കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു മുട്ട ചേർക്കുന്നുണ്ട്. മുട്ട ഇഷ്ടമില്ലാത്തവർ ഈ ഒരു മുട്ട ചേർക്കണമെന്നില്ല. ഞാനിപ്പോൾ ഇതിലേക്കൊരു മുട്ട ഇതുപോലെ ചേർത്തിട്ട് അതും കൂടി ചേർത്തിട്ട് നല്ലോണം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഏലക്ക പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൗഡറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല, സ്വീറ്റ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അങ്ങനെ നട്ട്സൊക്കെ ചേർക്കാൻ ഇഷ്ടമുണ്ട്, അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിതാ സമൂസ ഷീറ്റ് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഷീറ്റ് വെച്ചിട്ടാണിപ്പം ഈ ഒരു സമൂസ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഷീറ്റിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് ഞാനിപ്പം ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. നോമ്പായതുകൊണ്ട് ഫുള്ള് ഞാനിപ്പം ഫില്ല് ചെയ്തെടുത്തിട്ടില്ല. ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ മസാല എടുത്ത് വെക്കുകയാണ് പിറ്റേ ദിവസം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നേക്ക് ആവശ്യമുള്ളത് മാത്രം ഞാനിപ്പം സമോസ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ സമൂസ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഈ എരിവുള്ള സമൂസൊക്കെ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ അധികം ഉണ്ടാവും. അപ്പോൾ അവർക്കും നല്ല ഇഷ്ടമായിരിക്കും. പിന്നെ എല്ലാ ദിവസവും നമ്മൾ എരിവുള്ള സമൂസയാണല്ലോ അധികവും കഴിക്കാറ്. അങ്ങനെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കിഡിലെ സമൂസയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫീഡ്ബാക്കും കൂടി അറിയിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടാനും വിട്ടുപോകരുത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.